നമ്മൾ കഴിഞ്ഞ ദിവസം നോയൽ കോട്ടയിൽ ഇതുപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള സാരീസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈറ്റ് കളേഴ്സ്. ഞാൻ അതിനൊരു വൈറ്റ് കോളർ നെക്ക് ബ്ലൗസൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടാണ്, വേഗം നമുക്ക് സ്റ്റോക്ക് ഔട്ടായ ഒരു ഐറ്റാണ്. അതിൻ്റെ ഡാർക്ക് കളേഴ്സും കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇത്തവണ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള സാരീസാണ്. 1490 ആണ് റേറ്റ് വരുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐഡി. ഇപ്പോൾ ഫസ്റ്റ് കളർ വന്നേക്കുന്നത് പേർപ്പിളാണ്. പേർപ്പിളിൽ ഫുൾ വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. എൻ പോർഷന് ചെറിയൊരു ഇതുപോലെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലൗസ് ഇതിൻ്റെ അല്ല, ഞാൻ സെപ്പറേറ്റ് ബ്ലൗസ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ബ്ലൗസ് എന്ന് വെച്ചാൽ സെയിം റണ്ണിങ് ഫാബ്രിക് തന്നെയാണ് ബ്ലൗസിന് വന്നേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് പെയർ ചെയ്യാം. കാരണം ഇപ്പോൾ സാരിയുടെ സെയിം മാച്ചിങ് അല്ലല്ലോ ബ്ലൗസസ് ഇടുന്നതെല്ലാം നമുക്ക് ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ തയ്ച്ചിട്ടല്ല. വൈറ്റ് ബ്ലൗസൊക്കെ നല്ല ഭംഗിയായിരിക്കും. കോളനൊക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോളനൊക്കെ ഇട്ടതുകൊണ്ടാണ് ഇത്തവണ കോളനൊക്കെ ഇടാതെ ഇങ്ങനത്തെ ഒരു നെക്ക് പോട്ടനൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. ക്ലോസ്ഡ് നെക്ക് വെച്ചിട്ട് ചെയ്താലും ഭംഗിയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സാരി പേർപ്പിൾ കളറാണ്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, നല്ല സോഫ്റ്റ് ഫിനിഷാണ്. നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് കേട്ടോ ഇത് തയ്ച്ചിട്ട് കഴിയുമ്പോഴല്ല ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അതിലേക്ക് ഈ വൈറ്റ് കളർ വർക്ക് വന്നേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. 14,890 ആണ് റേറ്റ്. പല്ലു ഇതുപോലെ ഫുൾ സാരി ഇതുപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡറിങ്ങും കൂടി പോയിട്ടുണ്ട്. നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് ബ്ലൗസൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്ലീറ്റ് ചെയ്താലും നല്ലതാണ്, 1 ലെയർ ഇട്ടാലും നല്ലതാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുണ്ട്. ഇത് റെഡ് അല്ല ശരിക്കും പറഞ്ഞാൽ, റെഡ് ഒരു പിങ്കും കൂടി ചേർന്നിട്ടൊരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കേട്ടോ. വൈറ്റ് കളർ ആ ഒരു വർക്കും കൂടി വന്നേക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. 1490 ആണ് റേറ്റ്. ഔട്ട്ലുക്ക് വരെ ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ കണ്ടോ, ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് ലൈറ്റ് കളറായിട്ട് തോന്നുമെങ്കിലും ഇതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഉടുത്ത് കഴിയുമ്പോൾ. ഈ കളർ എല്ലാവർക്കും ഇഷ്ടമുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഒരു ഇംഗ്ലീഷ് കളറിൽ വരുന്ന നല്ല സൈലൻറ്റ് കളർ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ലാവൻഡർ എന്ന് പറഞ്ഞാൽ. നല്ല സ്റ്റൈലിഷ് ലുക്കായിരിക്കും ഇത് ഉടുത്ത് കഴിഞ്ഞാൽ കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. ഔട്ട്ലുക്ക് വരുന്നതിന് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ഓഫ് വൈറ്റിൽ ഈ വൈറ്റ് കളർ വർക്ക് ഭയങ്കര എലഗൻറ്റ് ലുക്കാണ്. നല്ല ഭംഗിയുണ്ട് ഈ സാരി കാണാനായിട്ട്. ഇതുപോലെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. നല്ല ഉടുത്താലും നല്ല എലഗൻറ്റ് ലുക്കാണ്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരി. 1490 റേഞ്ച്. ഔട്ട്ലുക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡ്. ഇതിൻ്റെ തന്നെ നമ്മൾ കുർത്തി കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതേ കളർ തന്നെ. നല്ല ഭംഗിയാണ് ഈ കളർ കാണാനായിട്ട്. ഉടുത്താലും ഒക്കെ നല്ല രസമാണ്. വൈറ്റ് കളർ ബ്ലൗസായിട്ട് ഇട്ടാൽ അടിപൊളിയായിരിക്കും. ഇങ്ങനെയാണ് ഔട്ട്ലുക്ക് വരിക. 1490 റേഞ്ച്. നെക്സ്റ്റ് കളർ കണ്ടോ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ലൈറ്റ് കളേഴ്സിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മളത് വെച്ച് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. പിങ്കിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണിത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വൈറ്റ് ബ്ലൗസുമായിട്ട് പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. വയലറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. വയലറ്റിനകത്ത് ഇതുപോലെ വർക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇതുപോലെ 1490 റേഞ്ച്. നെക്സ്റ്റ് കളർ പ്യോർ വൈറ്റ് ആണ്. എന്ത് ഭംഗിയാന്ന് നോക്കി സാരി കണ്ടിട്ട്. ഭയങ്കര സോഫ്റ്റ് ഫിനിഷാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇനി ഈസ്റ്ററിനൊക്കെ വേണമെങ്കിൽ ഈ കളർ ഈ സാരീസ് നല്ലതായിരിക്കും കേട്ടോ. വൈറ്റും ബ്ലാക്കൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. നല്ല സോഫ്റ്റ് ഫിനിഷാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേഡീസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. ഇതെന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് ലാവൻഡറിൻ്റെ ഭയങ്കര ലൈറ്റ് ഷെയ്ഡ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോഴും. അതിൻ്റെ ഒരു എലഗൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. വൈറ്റ് കളർ വർക്കാണ് വന്നിരിക്കുന്നത്. 1490 ആണ് റേറ്റ്. നല്ല രസമായിരിക്കും. വൈറ്റ് ബ്ലൗസായിട്ട് ഇട്ടാൽ അല്ലെങ്കിൽ സെയിം കളർ പ്ലെയിൻ ഇട്ടാലും ഭംഗിയാണ്. ഇതിപ്പോൾ ഫുൾ സെയിം ഫാബ്രിക് തന്നെയാണ് ബ്ലൗസിനും കൂടി വെച്ചേക്കുന്നത്. നിങ്ങൾ കട്ട് ചെയ്യാതെ അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്യും. നല്ല ഭംഗിയുള്ള സാരി, നല്ല കളർ കോമ്പിനേഷൻ. ഔട്ട്ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല,
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.